ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2080. ഇന്ന് സെപ്റ്റംബർ മാസം 10-ാം തീയതി, 253-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കില്ല. എന്നാൽ സംഭവിക്കുന്നവയോടുള്ള എൻ്റെ പ്രതികരണങ്ങൾ അതെനിക്ക് കുറെ കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും, നിയന്ത്രിക്കാനും നേരെയാക്കാനും. പ്രിയങ്കരങ്ങളായവ മാത്രമല്ല ജീവിതത്തിൽ വിരുന്നിനെത്തുന്നത്. അഹിതമായതും അനാരോഗ്യകരമായതും ഒരു മുന്നറിയിപ്പുമില്ലാതെ ചിലപ്പോൾ വന്നു വീഴും. ചിലപ്പോഴാവട്ടെ നമ്മൾ തന്നെ എവിടെയെങ്കിലും പോയി കൂട്ടിക്കൊണ്ടും വരും. അങ്ങനെയുമുണ്ട് കേട്ടോ, ദുരിതവും ദുരന്തവും ഒക്കെ. എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ നടക്കുമ്പോൾ പക്വതയോടെയും നിയന്ത്രണത്തോടെയും പെരുമാറാനും ആർക്കും കഴിയും. അപ്രതീക്ഷിതമായത്, ആകസ്മികമായത് സംഭവിക്കുമ്പോൾ പതറാതെ പ്രതികരിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തെ ഭംഗിയായി നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുയേശു പറയുന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്: നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവാൻ. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചിട്ടില്ല. അങ്ങനെയൊരു ഉപദേശം ഉണ്ടെന്ന് പോലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. യേശുവിലേക്ക് നമുക്ക് കുറെ കൂടി അടുത്തെത്താം. അതിനുള്ള ഏക മാർഗം അവന്റെ സുവിശേഷത്തിലേക്ക് കുറെ കൂടി സധൈര്യം, സ്വാതന്ത്ര്യത്തോടുകൂടി, വിശാല ഹൃദയത്തോടുകൂടി പ്രവേശിക്കുക എന്ന് തന്നെയാണ്. ഒരാഴ്ചത്തെ ധ്യാനം കൂടിയിട്ടും വ്യാപാരിയായ യുവാവിന്റെ മനസ്സിനൊരു സംതൃപ്തിയില്ല. സന്തോഷം പൂർണ്ണമാകാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ച് പെടുന്നനെ വീണ മഴ മുഴുവൻ നനഞ്ഞ് ആകെ ബുദ്ധിമുട്ടിലായി. അപ്പോഴാണ് ആശ്രമത്തിന്റെ മുറ്റത്തും ഈ മഴയും ചെളിയും കൊണ്ട് പണിയെടുക്കുന്ന സന്യാസി കണ്ടത്. അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. താങ്കൾക്ക് എങ്ങനെയാണ് ഏത് സമയത്തും ചിരിക്കാൻ കഴിയുന്നത്? പെട്ടെന്ന് വീണ ഈ മഴ നമുക്കിരുവർക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും താങ്കളുടെ ചിരി പോയില്ലല്ലോ. സന്യാസിയുടെ മറുപടി രസകരമായിരുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടെല്ലാം അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ പ്രതികരണം. അങ്ങനെ തന്നെ ആവട്ടെ. തുടർന്നുള്ള എൻ്റെ പെരുമാറ്റം അവിടെയാണ് എൻ്റെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കുന്നത്. തുടർന്നുള്ള എൻ്റെ പ്രതികരണമാണ് സത്യത്തിൽ. ഒന്നെങ്കിൽ എതിർക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാം, അതുമല്ലെങ്കിൽ നിശബ്ദനാകാം, അതുമല്ലെങ്കിൽ ഇങ്ങനെ അലസതയിൽ ഒന്നും അറിയാത്തവനായും ജീവിക്കാം. അപ്പോൾ മുമ്പോട്ടുള്ള പ്രയാണം ഓരോരുത്തർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ കുറെ കൂടി നമ്മൾ ഒരു ബോധത്തിൽ ജീവിക്കണം. ഈ ബോധത്തിന്റെ പേരാണ് ക്രിസ്തുയേശു. ഈ ബോധത്തിന്റെ പേരാണ് പ്രകാശം, സത്യ വെളിച്ചം. അതിലേക്കെത്താനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. ആമേൻ.